Hello, welcome to Simply Healthy. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ളൊരു ഡിഷാണ്. ഈ ചിക്കൻ നമ്മളെല്ലാവരും KFC ചിക്കനൊക്കെ കഴിച്ചിട്ടുള്ള, അപ്പം ഞാൻ KFC ചിക്കൻ പോലെയെന്ന് പറയാം, പക്ഷേ മാരിനേഷനൊക്കെ ഒരു നമ്മുടെ നാടൻ രുചിയോടുള്ള ഒരു ചിക്കനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിന് പേരിട്ടൊരു നാടൻ KFC ചിക്കൻ എന്നാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ എന്ത് പേരിടണമെന്ന്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസിലേക്കൊക്കെ കടക്കാം. 10 പീസ് ബോൺലെസ് ചിക്കൻ, 15 ഉള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞത്, 2 മീഡിയം സൈസ് പച്ചമുളക്, 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, ഒരു മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. നമുക്ക് ചിക്കനുള്ള മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാം. പാൻ ചൂടായി കഴിഞ്ഞു. ഓയിൽ ഒഴിക്കണ്ട. ആ 15 ഉള്ളി അരിഞ്ഞത് ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞത്, ഗ്രീൻ ചില്ലി അരിഞ്ഞത് എല്ലാം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കുക. 1 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇളക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അത് പട്ട കറിയാമ്പൂ ഏലക്ക മസാല. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാരിനേഷൻ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊരു ബ്ലെൻഡറിനകത്തോട്ടിട്ട് എന്നിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഇടാം. നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വരും, നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ബോൺലെസ് ചിക്കൻ പീസസ് ഇടാം. അതിനുശേഷം മാരിനേഷൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ടയുടെ വെള്ള, ബിക്കോസ് മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് മുരിഞ്ഞു പോകും. അപ്പോൾ വെള്ളയാണ് നല്ലത്. വെള്ളയും കൂടെ ആ മിക്സിൻ്റെ കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി ഓൾമോസ്റ്റ് ഒരു 1 hour മാരിനേറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. 1 hour മതി. നമ്മളിവിടെ മൈദയും കോൺഫ്ലോറും ഒന്നും യൂസ് ചെയ്യാണ്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ 1 hour മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഞാൻ ചുമ്മാ പാനിൽ വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. കോട്ടിങ്ങിന് എടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് ഞാൻ മിക്സിയിലിട്ട് പൊടിക്കുന്നില്ല അതിന് പകരം, ബിക്കോസ് ഭയങ്കര ഫൈനാവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ചിക്കൻ പീസും കോൺഫ്ലേക്സ് അതിനകത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കും. അങ്ങനെ എല്ലാ പീസും നമ്മൾ കോട്ട് ചെയ്തെടുക്കും. ഓൾറെഡി എഗ് വൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ കോട്ടിങ് കോൺഫ്ലേക്സ് കോട്ടിങ് ചിക്കനുമ്പോൾ നിന്നോളും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാനിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഫ്രൈഡ് ചിക്കനൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ അല്ല, നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിലൊക്കെ വളരെ കുറവാണ്. ഇത്രയേ ഉള്ളൂ. ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടും. നമ്മുടെ ചിക്കൻ എല്ലാം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ബേണർ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു നാടൻ ഫ്ലേവറാണ് നമുക്ക് കഴിക്കുമ്പോൾ. തേങ്ങാപ്പാലിൻ്റെ ഒരു മാരിനേഷൻ ചെല്ലുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ക്രിസ്പിയാണ്. ആ കോൺഫ്ലേക്സിൻ്റെ കൂടെ ചേരുമ്പോൾ ക്രിസ്പിയാണ്. പിന്നെ നല്ല ജ്യൂസിയാണ്. ആ കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ജ്യൂസിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. നമ്മൾ സാധാ KFC ചിക്കൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഹെൽത്തി. കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ സ്റ്റേ സിംപ്ലി ഹെൽത്തി.